രാത്രി വീടിന് മുന്നിൽ കുറുക്കൻ ഓരിയിട്ടാൽ കാലക്കേടാണ് എന്ന് പറയുന്നത് ശരിയാണോ? അള്ളാഹു പടച്ചതമ്പുരാന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും ആരാധനകൾ അർപ്പിക്കാനുമുള്ള പ്രധാനപ്പെട്ട ഈ സമയത്ത് നമ്മുടെ വീടിൻ്റെ മുമ്പിലോ അതിൻ്റെ 4 ഭാഗങ്ങളിലോ ഇതുപോലെ കുറുക്കനും നായയും ഒക്കെ ഓരയിടുന്നത് കേൾക്കുമ്പോൾ പഴയ കാലം മുതലുള്ള നല്ല സ്വാലിഹ്യങ്ങളായ ആളുകൾ തന്നെ പറയും ഇതൊരു കാലക്കേടിൻ്റെ അടയാളമാണ്, ഇതൊരു എരണക്കേടിൻ്റെ അടയാളമാണെന്ന് പറയലുണ്ട്. അതിന് കുറേ കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ ശബ്ദവും ബഹളമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വീടിനകത്ത് സ്വസ്ഥതമായിട്ടിരുന്ന് ഖുർആൻ ഓതാൻ കഴിയില്ല. ഈ ഖുർആൻ ഓതാനും ദിക്റ് ചൊല്ലാനും ഇബാദത്ത് ചെയ്യാനും കഴിയാതെ വരുമ്പോൾ അത് നമ്മുടെ ഭാഗ്യം നഷ്ടപ്പെടുന്നതിനും നമ്മുടെ കാലക്കേടെന്ന് നിങ്ങൾ പറയുന്ന ഈ ഒരു കാര്യത്തിനൊക്കെ ഒരു കാരണമാകും. അതുമാത്രമല്ല, ഈ പൈശാചികമായ ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ, പിശാചിൻ്റെ ചില രൂപങ്ങൾ കാണുമ്പോഴൊക്കെയാണ് ഈ മൃഗങ്ങളിങ്ങനെ ഊരിയിടുന്നത് എന്ന് പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗം വൃത്തിയാക്കുകയും നല്ല ആത്മീയമായ ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി ദിക്റും സ്വലാത്തും ഒക്കെ അധികരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി എന്തെങ്കിലും ചിലപ്പോൾ ശാരീരികമായ വിഷമതകൾ കൊണ്ടോ വേറെന്തെങ്കിലും കണ്ട് ഭയന്നിട്ടോ നായയോ കുറുക്കനോ ഊരിയിടുന്നത് അത് നമ്മുടെ കാലക്കേടിന് കാരണമാണ് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചില കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ചില ജീവജാലങ്ങൾ ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്നത് കൊണ്ട് അത് നമ്മുടേതായ ചില നഷ്ടങ്ങൾക്കൊരു കാരണമാണ്. അത് ശബ്ദം വരുന്നത് കൊണ്ടല്ല, അവർ ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് നമ്മുടെ വീടിൻ്റെ 4 ഭാഗത്തും പൈശാചികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർ കണ്ടിട്ടാണ്, ഭയന്നിട്ടായിരിക്കും ചിലപ്പോൾ വിളിക്കുക. ഈ പൈശാചികമായ ബുദ്ധിമുട്ട് കാരണം നമുക്ക് ചില നഷ്ടങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് വന്നത് എന്ന് പറയാൻ നിവൃത്തിയില്ല.